നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോ ടാഗ്സ് ആണ് നോക്കിയത്. അപ്പോൾ ഇത് HTML സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ CSS സീരീസ് തുടങ്ങുകയാണ്. അപ്പോൾ HTML സീരീസ് ഇവിടെ ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഇൻലൈൻ സ്റ്റൈലിങ്, അതേപോലെ ഇൻറ്റേർണൽ സ്റ്റൈലിങ്, ഇൻറ്റേർണൽ CSS അതുമാണ് പറയാൻ പോകുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് സാധനമാണ്. അതായത് നമ്മളെല്ലാ വെബ്സൈറ്റും സ്റ്റൈൽ ചെയ്തിട്ടാണല്ലോ ഇറക്കുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റൈലിങ് ചെയ്യാൻ നോക്കാം. ആദ്യം ഇൻലൈൻ സ്റ്റൈലിങ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ഒരു H1 ടാഗ് ഉണ്ട് വിചാരിക്കുക. H1 ടാഗ് ഇപ്പോൾ ജസ്റ്റ് കൺട്രോൾ ഫ്ലോ അപ്പം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലൈവ് സെർവർ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ലൈവ് സെർവർ വെച്ച് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ വിത്ത് ലൈവ് സെർവർ ബ്രൗസറിൽ ഓപ്പൺ ആയി വരും. അപ്പോൾ ജസ്റ്റ് ഇതിപ്പോൾ ഒരു H1 ടാഗ്, ജസ്റ്റ് ഒരു ഹെഡിങ്, ബോൾഡ് ടെക്സ്റ്റ് കുറച്ച് വലുത്. അപ്പോൾ ഇതിപ്പോൾ നമുക്കൊന്ന് കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ കളർ ബ്ലൂ ആക്കണം എന്നുണ്ടെങ്കിൽ H1 ടാഗിൽ തന്നെ ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, സ്റ്റൈൽ ഈക്വൽ ടു ഡബിൾ കോട്ട്സിനുള്ളിൽ ഇപ്പോൾ കളർ എന്നാണെങ്കിൽ കളർ ഡബിൾ കോളൻ, പിന്നെ ഇപ്പോൾ അക്വ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യുക ജസ്റ്റ്. ഇനി ബ്രൗസർ തുറന്നു നോക്കിയാൽ നമുക്കിതിൻ്റെ കളറ് മാറിയത് കാണാം. ഇപ്പോൾ നമ്മളിവിടെ കളറ് ഗ്രീൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗ്രീൻ ആയിട്ടുണ്ടാവും. ഇപ്പോൾ സ്റ്റൈൽ ഈക്വൽ ടു അതിനുള്ളിൽ നമ്മുടെ എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത്, അതായത് ഇത് വാല്യൂ, കോളം കഴിഞ്ഞ് വാല്യൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഫോണ്ട് സൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 50 പിക്സൽസ് കൊടുത്ത് സേവ് ചെയ്ത് ഇപ്പോൾ വലുതായത് കാണാം. ഇതിപ്പോൾ നമ്മൾ 5 പിക്സൽസ് ആക്കിയാൽ അതിനനുസരിച്ച് ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ സ്റ്റൈലിങ് ചെയ്യാം. പക്ഷേ ഇത് പ്രശ്നമായി വരിക എപ്പോഴാണ് പറഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ജസ്റ്റ് കളർ ചേഞ്ച് അങ്ങനെ നല്ല ചെയ്യുള്ളൂ. സാധാ സ്റ്റൈലിങ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ സ്റ്റൈലിങ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഇതിൽ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയി വരും. ഇതിങ്ങനെ കൂടി വരില്ലേ, അപ്പോൾ ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആവും. അതുകൊണ്ട് നമ്മൾ ഇതിൽ ചെയ്യാറില്ല. നമ്മൾ സെപ്പറേറ്റ് ഒരു CSS ഫയൽ ഉണ്ടാക്കി ചെയ്യാറാണ്. ഇനി ഇതിപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയൊരു HTML ഫയലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സെപ്പറേറ്റ് CSS ഫയൽ വേണ്ടാന്നുള്ളവർക്ക് ഈ ഹെഡിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റൈല് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. ഈ ടാഗിനുള്ളിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റൈലിങ് ചെയ്യാം. ഹെഡിനുള്ളിലാണ് ഇത് വരിക, ബോഡിയിലുള്ളല്ല. സ്റ്റൈൽ ടാഗ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇതേപോലെ തന്നെ ഇതിപ്പോൾ നമുക്ക് കളയാം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഈ സ്റ്റൈലിൻ്റെ ഉള്ളിൽ H1 പിന്നെ കേളി ബ്രാക്കറ്റ്സ് ഇടുക. കേളി ബ്രാക്കറ്റ്സിനുള്ളിൽ നമുക്ക് സ്റ്റൈൽസ് സ്പെസിഫൈ ചെയ്യാം. ഇപ്പോൾ കളറ് ബ്ലൂ എന്ന് സ്പെസിഫൈ ചെയ്യാം. എന്നിട്ടൊരു സെമിക്കോളൻ ഇടണം. സെമിക്കോളൻ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുക. അതായത് ഓരോ ഇതും എൻഡ് ചെയ്യുക സെമിക്കോളൻ വെച്ചിട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ നമുക്കിപ്പോൾ ഫോണ്ട് സൈസ് 60 പിക്സൽസ്, അതേപോലെ ഫോണ്ട് ഫാമിലി സാൻസ് സെരീഫ് ഒന്നുകൂടി കാണാൻ രസമുണ്ടാവും ഫോണ്ട്. അപ്പോൾ കാണാം, അപ്പോൾ ഈ സ്റ്റൈൽസൊക്കെ അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പക്ഷേ ഇതിലിപ്പോൾ ഒരു H1 ടാഗും കൂടി ഉണ്ട് വിചാരിക്കുക, സബ്സ്ക്രൈബ് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിത് റീഫ്രഷ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടിലും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. H1 ടാഗിൽ എല്ലാത്തിലും ഇത് അപ്ലൈ ആയിട്ടുണ്ടാവും. പക്ഷെ നമുക്കിപ്പോൾ ഇത് ഒരു H1 ടാഗിൽ മാത്രമേ ഇത് വേണ്ടെന്ന് ഉണ്ടാവുള്ളതെന്നുണ്ടെങ്കിൽ ഇതിന് ഒന്നുമില്ലെങ്കിൽ ഒരു ID അല്ലെങ്കിൽ ഒരു ക്ലാസ് കൊടുക്കണം, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒന്നിന് ID ഒന്നിന് ക്ലാസ്സും വെച്ച് നോക്കാം. അപ്പോൾ ID ഈക്വൽ ടു ഇപ്പോൾ ഫസ്റ്റ് 1 കൊടുക്കാം, പിന്നെ നെക്സ്റ്റ് 1 ക്ലാസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കുക. ഇനി നമ്മൾ റെഫറൻസ് ചെയ്യണം. ഇവിടെ
അപ്പോൾ id ആണെന്നുണ്ടെങ്കിൽ ഒരു ഹാഷ് കൊടുത്ത് 1 എന്ന്, അതായത് ഐഡിയുടെ ഉള്ളിൽ നമ്മൾ എന്താ കൊടുത്ത് അത് കൊടുക്കുക. id ആണെന്നുണ്ടെങ്കിൽ ഹാഷ്, അതേപോലെ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഡോട്ട് 2 ഡോട്ട്, പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് കൊടുത്തത് അതും കൊടുക്കുക. ഇപ്പം നമ്മൾ ഈ ഡോട്ട് 2 കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തേതിൽ അപ്ലൈ ആയോ നോക്കാം. രണ്ടാമത്തേതിൽ മാത്രം അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് id വെച്ച് നോക്കാം. ഹാഷ് 1. ഇപ്പോൾ ഫസ്റ്റ് 1ൽ മാത്രം അപ്ലൈ ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഐഡിയും ക്ലാസ്സും യൂസ് ചെയ്യുക. മോസ്റ്റ്ലി നമ്മൾ ക്ലാസ്സസ് ആണ് യൂസ് ചെയ്യുക. ഈ id പറയുന്നത് നമ്മൾ യൂസ് ചെയ്യണത്, ഞാൻ സാധാരണ യൂസ് ചെയ്യാറ്, അതായത് ഈ ഒരു HTML തന്നെ നമുക്കിപ്പോൾ കുറേ പേജസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഓരോ പേജസിനൊക്കെ സെപ്പറേറ്റ് id എന്ന് കൊടുക്കും. അതായത് മെയിൻ ടാഗിൽ id എന്ന് കൊടുക്കും മെയിൻ ഡിവിൽ. ബാക്കിയുള്ളതിൻ്റെ ഉള്ളിലുള്ളതിലൊക്കെ ക്ലാസ്സാണ് ഞാൻ കൊടുക്കാറ്. അങ്ങനെയാണ് ഇൻലൈൻ സ്റ്റൈലിങ്ങും ഇൻറ്റേർണൽ CSSഉം ചെയ്യുക. ഇത് ഇൻറ്റേർണൽ CSS നമ്മളിവിടെ ചെയ്തിരുന്നത് ഇൻലൈൻ സ്റ്റൈൽ. അപ്പോൾ നമ്മുടെ HTML സീരീസ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് CSS സീരീസിൽ സെപ്പറേറ്റ് CSS ഫയൽ വെച്ചിട്ട് എങ്ങനെ സ്റ്റൈൽ ചെയ്യാം എന്നാണ് നോക്കുന്നത്.